ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരു 3 മാസത്തിന് ശേഷമായിരിക്കും കേട്ടോ ഞാനിപ്പോൾ പുതിയൊരു വീഡിയോ ഇടുന്നത്. ഇടാത്തത് മനഃപൂർവ്വമല്ല, ടൈമിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് കേട്ടോ. ഞാനൊരു ഐ ടിയിൽ ഒരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് എപ്പോഴും നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ഇടാന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ. എനിക്ക് എപ്പോഴും വീഡിയോസ് ചെയ്യണം. ഞാൻ എപ്പോഴും ഒരു ഫോൺ എടുത്ത് വീഡിയോ എടുക്കുന്ന ആളും ഫോട്ടോസ് എടുക്കുന്ന ആളും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്കങ്ങനെ അത് വീഡിയോസായിട്ട് ഇടണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ എൻ്റെ ടൈമിൻ്റെ പ്രശ്നങ്ങൾ മൂലം എനിക്കങ്ങനെ സാധിക്കാറില്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, 18 19 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിലാണ് നീ ഒരു വീഡിയോസ് ഇടുന്നതെന്ന്. ഞാനപ്പോൾ അവരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, 18 ആയാലും 19 ആയാലും 1 ആയാലും എന്നെ അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് കേട്ടോ അതിലുള്ളത്. ഈ പറയുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും അവരാരും അത് സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടാവത്തില്ല, അതാരും അവർ കാണുന്നുണ്ടായിരിക്കത്തില്ല. അപ്പോൾ എന്നെ അറിയാത്തൊരു 18 17 16 പേരെന്ന് പറയുന്നത് അതെനിക്ക് വളരെ വലിയ കാര്യം തന്നെയാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുന്നത് 18 പേരുള്ള ഒരു ചാനലിൻ്റെ ഉടമസ്ഥയാണ് കേട്ടോ എന്നാണ്. പക്ഷെ 18 പേരോ 12 പേരോ 10 പേരോ ഉണ്ടാവട്ടെ, നമ്മളിടുന്ന കാര്യം കാണാൻ ഒരാളുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാം കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ ആരാണെന്നുണ്ടെങ്കിലും അവർ വന്ന ടൈമിൽ ഒരു 5000 10,000 20,000 സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് വന്ന ആൾക്കാരല്ല. അവരാണെങ്കിൽ പോലും അവർക്ക് 1 2 ആൾക്കാർ മാത്രമേ ആദ്യം അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കളിയാക്കലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കൊന്നും ഇതിൻ്റെ ഇടയിൽ കാര്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ വീണ്ടും തുടങ്ങുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ എറണാകുളത്ത് പുതിയ ജോലിക്കായിട്ട് പോകുന്നതിൻ്റെ അന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ ഇപ്പോൾ ഉള്ള വീഡിയോ ഒന്നുമല്ല, ഒരു 2 months മുമ്പുള്ളൊരു വീഡിയോ ആണ്. അന്നേ എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ക്ലിപ്സുകൾ വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് ഇടുന്നതാണ് കേട്ടോ. അന്ന് രാവിലെ പാലൊക്കെ മേടിക്കാൻ പോയി, വാടിച്ചുകൊണ്ട് വന്നു. കുറച്ച് തുണികളൊക്കെ കഴുകി ഇടാനുണ്ടായിരുന്നു. കൊണ്ടുപോകാനുള്ള ഒരു ബാഗ് ആയാലും പിന്നെ ഇടാനുള്ള 2 ലെഗിൻസ് ആണെങ്കിലും ഒക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ. അന്ന് ഈ പുട്ടും മുട്ടക്കറിയും കഴിക്കുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ വീട്ടിലെ ഫുഡാണ് ഈ ലോകത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള ഫുഡെന്ന് മനസ്സിലാക്കിയ ദിവസങ്ങളാണ് പിന്നീട് എൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നതെന്ന് ആ ദിവസം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പുട്ടും മുട്ടക്കറിയൊക്കെ നല്ല കാര്യമായിട്ടിരുന്ന് കഴിച്ചതിന് ശേഷം കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കുപ്പികൾ, ഷാമ്പൂ, കണ്ടീഷണർ, സോപ്പ്, തോർത്ത്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതെനിക്ക് SBന്ന് കിട്ടിയ ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ കാർഡ്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ അലമാരിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇടാൻ പറ്റുന്ന, പാസ്ബുക്ക് വരെ അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഒരു വാലറ്റ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. പിന്നെ ഇതാ പുതിയ ജോലിക്ക് കയറുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുള്ള 2 പേന, ഒരു ബുക്ക്, പിന്നെ SBയുടെയും തന്നെ കഴിഞ്ഞ വർഷം എനിക്ക് വലിയമല ബ്രാഞ്ചിൽ നിന്ന് സാറ് തന്നിട്ടുണ്ടായിരുന്ന ഒരു ഡയറി ആയിരുന്നു, അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ചീപ്പ്, കുട്ട, വട്ടി എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് അച്ചാറ്, ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ടിന്നാണ് കേട്ടോ. ഇത് ഓഫീസിലേക്ക് കറി കൊണ്ടുപോകാനുള്ള ടിന്നാണ്. 2 ടിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ശിഖ, ഇത് താരനൊക്കെ പോകാനായിട്ട് ഞാൻ വീക്കിലി ഒരു വൺസ് തേക്കുന്ന ഒരു ഓയിലാണ്. നല്ലതാണ്, താരൻ പോകാനായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം എൻ്റെ തലയിൽ അങ്ങനെ താരനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് കുളിച്ചുകൊണ്ടൊക്കെ പോകുന്ന ടൈമിൽ മുടിയൊക്കെ വാരി കെട്ടി വെച്ചിട്ട് പോകുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ തലയിൽ ഒരു ചെറിയൊരു താരൻ്റെ ഒരു ശല്യം എപ്പോഴും ഉണ്ടാവും. അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പുതിയൊരു സ്റ്റീലിൻ്റെ പാത്രം വാങ്ങിച്ചു കേട്ടോ, അതാണ് കാണിക്കുന്നത്. 250 രൂപയായി. പിന്നെ അതിനുശേഷം വാപ്പ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കടയിൽ പോയി മീൻ എടുത്തുകൊണ്ട് വന്നു. അയല മീനായിരുന്നു കേട്ടോ. അയല മീനൊക്കെ ഇങ്ങനെ തട്ടിയൊക്കെ വെച്ച് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. തട്ടി വെച്ച് നേരെ ഞാൻ എൻ്റെ കാര്യം നോക്കി അങ്ങ് പോകും. അങ്ങനെ മീൻ എന്തായാലും കൊണ്ട് വെക്കാമെന്ന ടൈമല്ലേ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അടുക്കളയിൽ നോക്കിയപ്പോൾ ചോറായിട്ടുണ്ടായിരുന്നു, കിഴങ്ങായിട്ടുണ്ടായിരുന്നു, മീൻകറി ആയിട്ടുണ്ടായിരുന്നു, പിന്നെ തോരനുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിപ്പൂ തോരനുണ്ടായിരുന്നു. വരുന്നതിൻ്റെ വിഷമത്തിൽ എനിക്ക് അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അമ്പട്ടപ്പാര കറി ഉണ്ടായിരുന്നു കേട്ടോ. അമ്പട്ടപ്പാര കറി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അയല പിന്നെ ഇനിയിപ്പോൾ നാളെ വെക്കാനായിരിക്കും പ്ലാൻ എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അതിൽ നിന്ന് ഒരു കഷ്ണം എനിക്ക് പൊരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അയല നല്ല വാലിൻ്റെ പീസ് നോക്കി തന്നെ പോകുന്നതിൻ്റെ വിഷമം തീർത്തതായിരിക്കും. ആദ്യമേ തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോയി എല്ലാം കൂടെയൊക്കെ ഒന്ന് കിണ്ടി പിറക്കിയൊക്കെ നോക്കി വീട്ടിമാരെ കയ്യിൽ നിന്ന് നല്ല വഴക്കും വാങ്ങിച്ചു. കറി ചളിച്ചു പോകാനാണ് നീ എന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞ് 2-3 വഴക്കും കിട്ടി.
അതിനുശേഷം ആ റൂമിലേക്ക് വന്നു, ബാഗ് എടുത്തു. എല്ലാ സാധനങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നത്. ഞാൻ ഇതിനു മുമ്പ് ഞാനൊരു ഞായറാഴ്ചയാണ് ഇങ്ങോട്ട് വരുന്നത്, ഒരു 8-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ അതിന് മുമ്പ് വരുന്ന ഒരു വെനസ്ഡേ ഞാൻ വന്നിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വന്നിട്ട് ഹോസ്റ്റലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാ ഇന്നത്തെ ലഞ്ച് കേട്ടോ. കീരത്തോരനുണ്ടായിരുന്നു, പൊരിച്ച മീൻ ഉണ്ടായിരുന്നു, കണ്ടോ അയല മീൻ പൊരിച്ച് വെച്ചേക്കുന്നുണ്ടോ, പൊരിച്ച മീൻ ഉണ്ടായിരുന്നു. എല്ലാം കൂട്ടി വിഭവസമൃദ്ധമായിട്ട് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉള്ളിപ്പൂവ്. അന്ന് ഉള്ളിപ്പൂ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ തോരൻ വെക്കാനായിട്ട് കിട്ടിയത്. ആ കിട്ടിയ ടൈമിൽ എനിക്ക് വിഷമം കാരണം ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓരോ ആഴ്ചയും വീട്ടിൽ പോകുമ്പോൾ ഉമ്മ അടുത്ത് പറയുമ്പോൾ ഉള്ളിപ്പൂ കിട്ടാൻ ചാൻസ് ഉണ്ടോ, ഉള്ളിപ്പൂ കിട്ടാൻ ചാൻസ് ഉണ്ടോ, ഉമ്മച്ചി പറയില്ല, കിട്ടാൻ ഒരു ചാൻസും ഇല്ല. കാരണം എന്ന് പറയുന്നത് അത് സീസണിൽ കിട്ടുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ കിട്ടിയില്ല. പിന്നെ ചോറും കഴിച്ചു. ഞാൻ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങി മംഗലാപുരത്ത് വന്ന് ബസ് കയറാൻ നിന്നപ്പോൾ തന്നെ കിട്ടിയത് AC ലോ ഫ്ലോർ ബസ്സാണ് കേട്ടോ കിട്ടിയത്. അതുകൊണ്ടും ഞാൻ ഹാപ്പി. അങ്ങനെ ബസ്സിൽ കയറിയിരുന്ന് നല്ല വീഡിയോസൊക്കെ എടുത്ത് ഞാൻ പോവാണ്. നല്ല വിഷമം ഉണ്ടായിരുന്നു. നല്ല വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഓക്കെ, ഞാനൊരു എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഞാൻ ഇറങ്ങുകയാണ്. എനിക്ക് എന്തായാലും നല്ലൊരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു, പുതിയൊരു സ്ഥലമാണ്, പുതിയൊരു ആൾക്കാരാണ്, പുതിയ കാഴ്ചകളാണ്, അങ്ങനെയുള്ളൊരു മൈൻഡിലാണ് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങിയത്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറ്റാൻ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു, അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ കാര്യം പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ബസ്സിൽ കയറുന്നവരെയൊക്കെ ഞാൻ 100% ഓക്കെ ആയിരുന്നു കേട്ടോ. ബസ്സിൽ കയറി കഴിഞ്ഞതും എന്തോ ഒരു ഒറ്റപ്പെടൽ. ഇത് കറങ്ങി വരുന്ന ബസ്സായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതാ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. ഈ ബസ് അവിടെ കൊണ്ടിട്ടിരുന്നിട്ട് അതൊന്ന് കാണാൻ പോലും പറ്റിയിരുന്നില്ല. അയാളെ ശപിച്ചുകൊണ്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോവുകയാണ്. ഇതാണ് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ് കേട്ടോ. അതുവഴിയായിരുന്നു ബസ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ സപ്ലൈക്കോയും പിന്നെ നമ്മുടെ ക്ഷേത്രമൊക്കെ കണ്ടു. എല്ലാ ദൈവങ്ങളിലും റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് എല്ലാ സ്ഥലങ്ങളെത്തുമ്പോഴും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇതാ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ അവിടെ നിൽക്കുകയാണ്. അവിടെ കുറച്ച് നേരം ബസ് എന്തോ ബ്ലോക്കിലൊക്കെ പെട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നട അടഞ്ഞ് കിടക്കുകയായിരുന്നുണ്ടെങ്കിലും എല്ലാ ദൈവങ്ങളുടെ സപ്പോർട്ടും നമുക്കുണ്ടാവുമെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി നേരെ റെയിൽവേ സ്റ്റേഷനെത്തി. ട്രെയിനിൽ കയറി AC ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഞാനാണെങ്കിൽ സ്ലീപ്പർ സാധാരണ എടുക്കത്തുള്ളായിരുന്നു. പക്ഷേ ഫ്രണ്ട്സ് ബുക്ക് ചെയ്ത് തന്നുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ പോട്ടെ എന്നുള്ളൊരു സന്തോഷം കൊണ്ടായിരിക്കും എനിക്ക് AC ആയിരുന്നു ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒറ്റയ്ക്കുള്ള എൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. സീറ്റ് എവിടെയെന്നും അറിയത്തില്ല, കോച്ച് എവിടെയെന്നും അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞിട്ടില്ല, ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഞാൻ കണ്ടുപിടിച്ച് വന്ന് കയറി കേട്ടോ. ഇനി എറണാകുളത്ത് പോയിട്ട് വീഡിയോസൊക്കെ എടുക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. പക്ഷേ എറണാകുളം ജംഗ്ഷൻ എത്തിയത് ഞാൻ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കരച്ചിലായിരുന്നു. ഒറ്റപ്പെട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഹോസ്റ്റലിൽ വന്നു, ഫുഡൊക്കെ കഴിച്ചു. ചിക്കനും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ചോറ് കഴിച്ചു, സുഖമായിട്ട് കിടത്തിറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ